Hi everybody, welcome back and this is me. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ മൂവി റിയാക്ഷൻ വിത്ത് മൈ ഒപ്പീനിയൻ ആണ്. അപ്പോൾ ഗൈസ് ആദ്യം തന്നെ പറയാനുള്ളത് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന മൂവിയാണ്. അല്ല വർഷങ്ങൾക്ക് ശേഷം അല്ല, ആ ഒരു മൂവിയിലെ മൈ റിയാക്ഷൻ വിത്ത് മൈ ഒപ്പീനിയൻ ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് വരുന്നത്. കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, വീഡിയോ ഇട്ടാണ്. ഓക്കെ, ഈ മൂവിയിൽ ആദ്യം തന്നെ ടീസർ അറിയുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് ഫസ്റ്റ് പെട്ടെന്ന് തോന്നിയൊരു കാര്യം, ഈ ഒരു മൂവിയിൽ എന്ന് പറയുമ്പോൾ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ മിക്ക ആക്ടേഴ്സ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിയത്തില്ല, ബാക്കി മൂവി വരുമ്പോൾ കാണാം. അതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുമ്പോൾ വിനീത് ശ്രീനിവാസനാണ്. അപ്പോൾ 2024 വിനീത് ശ്രീനിവാസൻ്റെ നല്ലൊരു മൂവി ആവാനാണ് ചാൻസ് കൂടുതൽ. ഹൃദയമാണ് ഞാൻ ഇതിനു മുന്നേ വിനീത് ശ്രീനിവാസൻ്റെ ഹൃദയം സിനിമ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹൃദയം. ആ മൂവിയിൽ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളെന്ന് പറയുമ്പോൾ, ആ മൂവി നല്ലൊരു ബെസ്റ്റ് മൂവിയായിരുന്നു. കോളേജ് സ്റ്റുഡൻസിനൊക്കെ നല്ലൊരു നൊസ്റ്റാൾജിയ കൊടുക്കുന്ന, അവരുടെ ഒരു കോളേജ് ലൈഫൊക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിക്കുള്ള നല്ലൊരു മൂവിയായിരുന്നു ഹൃദയം സിനിമ. എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിവേ, വേറൊരു സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ അതിൽ എനിക്ക് ഒരേ ഒരു സീക്വൻസ് മാത്രമേ എനിക്ക് അതിൽ ഇഷ്ടപ്പെടാതെ, നമ്മുടെ സെൽവനായാലും മരിക്കുന്നത്. അതും എനിക്കൊരു ഒട്ടും പിടിക്കാത്തൊരു സീക്വൻസ് ആയി എനിക്ക് തോന്നി. കാരണം ആ ഒരു സിനിമ ബാക്കിയെല്ലാം സെറ്റായിരുന്നു, ബാക്കിയെല്ലാം കിടില. ബട്ട് സെൽവം മരിച്ചപ്പോൾ എനിക്ക് ജസ്റ്റ് ഒരു വിഷമം വന്നു. അത് മാറ്റി നിർത്തി നോക്കുമ്പോൾ സെൽവ എന്നുള്ള അവരുടെ വിളിയും അത് കേൾക്കുമ്പോൾ എനിക്ക് വിഷമമാണ്. ആ ഒരു വെറുതെ പറഞ്ഞാണ് കേട്ടോ. ജസ്റ്റ് ആ മൂവി ഒരു രക്ഷയില്ലാത്ത മൂവി. ഞാൻ ജസ്റ്റ് ചിരിക്കാൻ വേണ്ടി പറഞ്ഞതെന്നുള്ളൂ നമ്മുടെ സെൽവൻ്റെ സീക്വൻസ്. പക്ഷെ എനിക്കതിൽ ജസ്റ്റ് സങ്കടം, നമുക്ക് ആർക്കായാലും ആ സീക്വൻസ് ആകുമ്പോൾ സങ്കടം തോന്നും. സെൽവൻ്റെ അല്ല, വേറെ ഒന്നുമില്ല. മൂവി കിട്ടിയ മൂവിയായിരുന്നു, രക്ഷയില്ലാത്ത. വിനീത് ശ്രീനിവാസൻ്റെ ഡയറക്ഷൻ തെളിയിക്കുന്ന ഒരു മൂവിയായിട്ട് എനിക്ക് ഹൃദയം സിനിമ തോന്നിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു മൂവി നല്ലൊരു എക്സ്പെക്ടേഷൻ തന്നെ. ഇതിന് മുന്നേയായിട്ട് നമുക്ക് വർഷങ്ങൾക്ക് ശേഷം നിന്ന് ടീസർ ഒന്ന് കണ്ടുനോക്കാം. இது ஒரு கலைஞனோட கை. கூடிய சீக்கிரமே மிகப்பெரிய வெற்றி வரப்போகுது உங்களுக்கு. സീരിയസ്ലി മനസ്സിലായില്ല ആ പുള്ളിക്കാരൻ പറഞ്ഞ എന്താണെന്ന് നോക്കുന്നു. இது ஒரு கலைஞனோட கை. கூடிய சீக்கிரமே மிகப்பெரிய வெற்றி வரப்போகுது உங்களுக்கு. പുള്ളിക്കാരൻ പറഞ്ഞത് ഇതൊരു ആർട്ടിസ്റ്റിന്റെ കൈ, നിനക്കൊരു വലിയൊരു എന്താ പറയാ, ഒരു സക്സസ് വരാൻ പോകുന്നു എന്നാണ് കൈ നോക്കി പറഞ്ഞത്. എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല, തമിഴായോണ്ട് പെട്ടെന്ന് ആദ്യം പിടിയില്ല. ഓക്കെ, ബാക്കി കാണാം. നീ എഴുതിയത് എനിക്കൊരു സിനിമ കാണുന്ന പോലെ കാണാൻ പറ്റുന്നുണ്ട്. ഈ മൂവിയിൽ നമ്മുടെ പ്രണവ് മോഹൻലാലൊക്കെ അഭിനയിക്കുന്നുണ്ട്. അതിന് എടുത്ത് പറയാൻ മറന്നുപോയി. ഓക്കെ, നീ നാടകത്തിൽ നിൽക്കേണ്ട ആളല്ല. തനിക്ക് ഈ നാടകത്തിന്റെ കഥ വല്ല അറിയോ? എടാ, കോടമ്പാക്കത്താണ് നമ്മൾ താമസിക്കുന്ന ലോഡ്ജ്, സ്വാമീസ് ലോഡ്ജ്. കുറച്ച് വെള്ളം ചേർക്കല്ലേ? കുറച്ച് വെള്ളം ചേർക്കാം. കോഴിക്കോട്ട് നിന്ന് മംഗലാപുരം മെയിൽ വഴി തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചു മുരളി. എല്ലാം വാതിലും മുട്ടാം, ഏതെങ്കിലും ഒരെണ്ണം തുറക്കും. എന്നെ പറ്റുമോ? ഞാൻ പറ്റിക്കും. ഒരുപാട് സ്വപ്നങ്ങളുമായി രണ്ട് കൂട്ടുകാരൊരു നഗരത്തിലേക്ക് വരുന്നു. മുരളി, നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ ചുറ്റും ആൾക്കാരുണ്ടാവും. അതിലൊരാൾ വിജയിച്ച് വലിയ നിലയിലാവുന്നു. ഇനി നമ്മൾ തമ്മിൽ കാണണ്ടെന്നാണ്. പോവാൻ പറഞ്ഞാ പോ. ഇത് തപ്പില്ല. വേണോ? കാണാം. നമ്മുടെ നാടകത്തിൽ നായകനായിട്ട് മാറിയില്ലേ? അവൻ മുങ്ങി. അവൻ എല്ലാരെയും മാനിപ്പുലേറ്റ് பண்ண தெரிஞ்சவன்டா. മറ്റവൻ തകർന്ന് പടുകുഴിയിലാവും. സിനിമയിൽ ഒരു ചാൻസ് മേടിച്ചൊരു டிசிப்ளின் இல்லாம வாழறவங்களுக்கு கோடம்பாக்க கிட்டத்தட்ட ஒரு பெர்முடா ட்ரையாங்கிள் மாதிரி. റെഡി ക്ലാപ്പൻ. അവിടെ പ്രിയദർശനോ പത്മരാജനോ ഭരതനോ ആരെങ്കിലൊക്കെ താമസിക്കുന്നുണ്ടോ? വീട്ടിൽ ചെന്ന് വശി വെച്ചു കൊടുക്ക. ക്യാമറ ആക്ഷൻ. മാറുന്ന മലയാള സിനിമയെ കുറിച്ച് വിവരമുള്ള ഡയറക്ടർമാരെ ചർച്ച ചെയ്യുന്ന നിനക്ക് കേട്ടെന്തെങ്കിലും പഠിക്കാം. 1 2 3 ക്ലാപ്പ്. എന്താണ് ഈ നടക്കുന്നത്? സിനിമയുടെ മാജിക്കാണ്, മാജിക്. ഇനി അതിനും പറ്റുന്നില്ലെങ്കിൽ നിന്റെ അപ്പം 30 സെന്റ് സ്ഥലം വാങ്ങിച്ചു വെച്ചിട്ടില്ലേ? പാട്ടിയത്ത് ചെന്ന് കിളക്ക്.
ടീസർ പൊളി ഒരു രക്ഷയില്ല, നല്ലൊരു മൂവിയാണെന്ന് തോന്നുന്നുണ്ട്. ബട്ട് പ്രണവ് മോഹൻലാൽ അതേപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ ഇവരെല്ലാം അഭിനയിക്കുന്നുണ്ട്. നമ്മുടെ പ്രണവ് മോഹൻലാലിൻ്റെ ഹൃദയത്തിൽ അഭിനയിച്ച കണക്കുള്ള ഒരുപാട് മാസ് ഡയലോഗുകളുണ്ടല്ലോ, അതൊക്കെ ഇതിലും ഉണ്ട്. അപ്പോൾ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടാൻ തന്നെ ചാൻസ് വളരെ കൂടുതലുള്ളൊരു സിനിമ എന്നൊക്കെ എനിക്കിത് തോന്നി. ഓക്കെ, അപ്പോൾ എനിവേ നമുക്ക് സ്റ്റിൽ വെയിറ്റിംഗ് ചെയ്യാം. ഈ മൂവി ഇറങ്ങുന്നത് 11th ഏപ്രിലാണ്. ടീസർ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു നല്ലൊരു മൂവിയാണ് വരാൻ പോകുന്നത് തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ 2024 വിനീത് ശ്രീനിവാസിൻ്റെ നല്ലൊരു മൂവി ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതേപോലെ മൂവി ഇറങ്ങുമ്പോൾ കംപ്ലീറ്റ് റിവ്യൂവിനെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാം. അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുക. നിങ്ങളുടെ നല്ല കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കാൻ, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി മൂവി വരുമ്പോൾ നോക്കാം. Anyway, this is me, Adu, signing out. Bye bye. Over the edge, feel like I'm floating through the air.